എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വാൾ ഡെക്കറേഷൻ വീഡിയോ ആണ്. നമ്മുടെ കയ്യിലുള്ള നല്ല ഫോട്ടോസ് ഒക്കെ വെച്ച് നമുക്ക് വാൾ എങ്ങനെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. അതിൻ്റെ ലെങ്ത് 40 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ, ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കാർഡ്ബോർഡ് കവർ ചെയ്യാനായിട്ട് ഞാനൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് വരാം. അപ്പോൾ നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ മെമ്മറീസ് എന്ന് പെൻസിൽ കൊണ്ടൊന്ന് ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലെറ്റേഴ്സൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് കളർ സ്കെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ മെമ്മറീസ് എന്ന് കൈകൊണ്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അതിന് പകരം വേണമെങ്കിൽ വേറെ വല്ല കളർ പേപ്പേഴ്സ് കൊണ്ട് ലെറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്മറീസ് എന്നതിന് പകരം ഫാമിലി എന്നോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം കേട്ടോ. ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു ലവ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഈ ഫോം ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്ലൂ കളറും റെഡ് കളറും ഫോം ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ അപ്പോൾ ഫോം ഷീറ്റൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് ഞാനൊരു വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ കാർഡ്ബോർഡിൽ കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ത്രെഡ് ഹാങ് ചെയ്തിടണം. കാർഡ്ബോർഡിൽ ഞാൻ ഓൾറെഡി 2 ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഹോൾസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു ആണി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടില്ലേ, പ്രസ് ചെയ്തിട്ട് ഇതാ ഈ ആണി ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് കയറ്റി ഇറക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഹോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ 5 ഹോൾസും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ത്രെഡ് ഒന്ന് കയറ്റി കൊടുക്കണം. അതിനെ പെന്നിൻ്റെ നിബ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ത്രെഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തത്. അതിനുശേഷം നമുക്കതൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ 5 ഹോൾസിലും ത്രെഡ് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡിൻ്റെ പുറത്ത് ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മൾ A4 ഷീറ്റിലല്ലേ പ്രിൻ്റ് എടുത്തത്. അപ്പോൾ നല്ല കട്ടി കുറവാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ ഒന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് ഫ്ലാറ്റ് ബോക്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഇല്ലേ, അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ ഫോട്ടോസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഫോട്ടോസും അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ത്രെഡും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഫോട്ടോസിൻ്റെ ബാക്കിൽ ഇതുപോലെ ഫെവിക്കോൾ തേച്ചതിന് ശേഷം അത് ത്രെഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫോം ഷീറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഫോട്ടോസും ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തതും ഒക്കെ ഇതുപോലെ ഒന്നിടവിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ദാ ഇത്രയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ത്രെഡിൻ്റെയും ലെങ്ത്ത് സെയിം അല്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, എല്ലാ ത്രെഡിൻ്റെയും താഴത്ത് ഞാൻ ഫോം ഷീറ്റാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാം. കംപ്ലീറ്റ് ഫോട്ടോസും ഫോം ഷീറ്റും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാളിൽ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുത്തിട്ട് കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് വാളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫാനിൻ്റെ കാറ്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഫോട്ടോസൊക്കെ തിരിഞ്ഞ് കിടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോട്ടോസിൻ്റെ ബാക്കിലോ ഫോം ഷീറ്റിൻ്റെ ബാക്കിലോ എന്തെങ്കിലും ടേപ്പ് അങ്ങനെ ഉപയോഗിച്ച് ചുമരയിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.